ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? മഴയൊക്കെ ഉണ്ട് അവിടെ. നമുക്കിന്ന് രാവിലെ ചെറിയൊരു മഴ ചാറി കേട്ടോ. ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. ഇന്നലെ പിന്നെ കൊട്ടിയോത്സവത്തിന് ബമ്പം തിരക്കായിരുന്നു. നമ്മുടെ മണത്തണ വരെ ക്യൂ ആയിരുന്നു വണ്ടീൻ്റെ. കേരളത്തിൽ നിന്ന് വന്നിട്ട് സ്റ്റേറ്റ് ബസ് ആൾക്കാരെടുക്കും, അതൊക്കെയാണ് പരിപാടി. അപ്പോൾ ബമ്പം തിരക്കല്ലേ. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് കാര്യങ്ങൾ. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ? ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ജൂൺ 15. അപ്പം ഞാൻ അവന് വേണ്ടി ഇച്ചിരി ലഡു ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ട് വന്ന. അതിന് വേണ്ട സാധനം കടലമാവാട്ടോ. കടലമാവ് ഞാൻ 1 കിലോ എടുത്തേ. പിള്ളേർക്ക്, മോൻ്റെ ഫ്രണ്ട്സിനും ഇവിടെയുള്ളവർക്ക് നമ്മൾ സാധനം ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കണ്ടേ. അപ്പം ഞാൻ 1 കിലോൻ്റെയാണ് എടുത്തത്. 1 കിലോന് വേണ്ട സാധനങ്ങൾ: കുറച്ച് ഉപ്പ്, ഓവർ വേണ്ട എന്നാലും കുറച്ച് ഉപ്പ്, കുറച്ച് ഏലക്കാപ്പൊടി പൊടിച്ചത്, ഓവർ വേണ്ട എല്ലാം, കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്കെല്ലാം കൂടി ഇട്ടങ്ങ് കുഴയ്ക്കാം. നോക്കിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെന്ന് നോക്കാം ഇനി. അപ്പം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതാക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കുഴച്ച് നല്ല റെഡിയാക്കിയിട്ടത് ഈ പരുവത്തിൽ വേണേ. ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഏലക്ക പൊടിച്ചിട്ടേക്കുന്നതിൻ്റെ തരികളാട്ടോ. ഇതെല്ലാം ഇങ്ങനെ ആക്കിയെടുക്കുക. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം എണ്ണ ചൂടായി, നമുക്ക് കോരി ഒഴിക്കാം. ഇതേപോലത്തെ ഒരു അരിപ്പ വെച്ചിട്ട് വേണമെങ്കിൽ ആക്കാം. ഞാൻ വെറുതെ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ആക്കുന്ന കേട്ടോ. ഞാൻ ഇതില്ലാതെ ആക്കാൻ പോകുന്നത്. നന്നായിട്ട് മൊരിഞ്ഞോട്ടെ കേട്ടോ. അപ്പം മൂത്തു, നമുക്കിത് കോരിയെടുക്കാം. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിക്കോ. എളുപ്പം പണി കഴിയും. ചില അരിപ്പയ്ക്കാത്ത എളുപ്പത്തിന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെയും കോരി ഒഴിച്ച് നമുക്ക് വേഗം പണി തീർക്കാം. ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ റെഡിയാക്കി കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതാ ഞാൻ പറഞ്ഞത്, എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞത്, കോരി ഒഴിച്ചാൽ. അപ്പോൾ നമുക്കത് ആക്കിക്കൊണ്ട് വരാം. അപ്പം ഞാൻ പോയി ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ലഡുവിൻ്റെ ഇത് പൊടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്തേ. ഇതുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഉരുക്കാൻ വെക്കാം. ഒരു 300 ഗ്രാം മതി കേട്ടോ. ഓവർ മധുരം വേണ്ട. അപ്പോൾ ഇത് ഉരുക്കാൻ വെക്കാം നമുക്ക്. അങ്ങനെ പഞ്ചസാര ഉരുക്കാൻ വെച്ചേക്കും കേട്ടോ. പഞ്ചസാര ഇട്ട് വെള്ളം വെച്ചേക്കും കേട്ടോ. അതൊന്ന് ഉരുകട്ടെ. ഉരുകി കഴിയുമ്പോൾ നമുക്ക് ശരിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പഞ്ചസാര പാനി ആവുക കേട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കുഞ്ഞി പാത്രമായി കാരണം എല്ലാവരും ഇതെന്താ ഇത്രയും വലുതെന്നല്ല. അല്ല കേട്ടോ, കുഞ്ഞി പാത്രമാണ്. അതിൻ്റെ അകത്താണ് ചെറിയ പാത്രമേ ഉള്ളൂ. ചൂടായി, നെയ്യ് ഒഴിക്കാം. തീ കുറച്ച് വെക്കാം കേട്ടോ. മുന്തിരിങ്ങ കേട്ടോ. നോട്ടോട്ടെ. റെഡി.
അത് റെഡിയായി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എല്ലാം ചേർത്ത് ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ നെയ്യൊക്കെ ഇതിലേക്ക് ഒഴിച്ച്, നെയ്യും മുന്തിരിങ്ങയൊക്കെ ഇട്ടു. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇടാം കേട്ടോ നമുക്ക്. അതെന്ന് വെച്ചാൽ നമ്മൾ കലക്കിയപ്പോൾ ഇട്ടതല്ലേ, അപ്പോൾ ഇച്ചിരി പൊടിയൊക്കെ സ്മെല്ലൊക്കെ കുറഞ്ഞ് കാണുമല്ലോ. അപ്പോൾ നമുക്കൊരു ലേശം പൊടിയും കൂടി ഇടാം, ഒന്ന് തുള്ളി ഒരു ടേസ്റ്റിന്. അപ്പോൾ നന്നായിട്ട് ജോയിൻ്റ് ആക്കാം. ഇനി നമുക്ക് പാനിയും കൂടി ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം. നെയ്യിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം. നമുക്ക് നോക്കാം. അപ്പം ഇങ്ങനെ ഒഴിക്കുമ്പോൾ കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് പാനി ഒഴിക്കാം കേട്ടോ. അപ്പം പാനി ഒഴിക്കുക കേട്ടോ. കുറേശ്ശെ ഒഴിക്കാവുള്ളേ, നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് വെള്ളം പോലെ ആയിപ്പോകും. നമ്മൾ ഓവർ മധുരമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഷുഗറുകാർക്കൊക്കെ കഴിക്കാനുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പ്രായമായവർക്കൊക്കെ കൊടുക്കുന്നില്ല, അപ്പം ഓവർ മധുരം ഇടരുത്. ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പം അനുസരിച്ച് നമുക്കിത് ഉരുട്ടിയെടുക്കണം. നല്ല മധുരം ഉണ്ട് കേട്ടോ. നല്ലതെന്ന് പറഞ്ഞാൽ ഓവർ മധുരമില്ല, പാകത്തിനുള്ളൂ മധുരം. നന്നായിട്ട് ഉരുട്ടി ഒരു മുന്തിരിങ്ങ എടുത്ത് എല്ലാം സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ആയിക്കോട്ടെ, നോക്കിക്കാൻ നമ്മുടെ ലഡു ഇഷ്ടംമാതിരിയായ കേട്ടോ. അപ്പം ആര് വന്നാലും ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഇഷ്ടംമാതിരിയുണ്ട്. ഒരു ഗസ്റ്റ് ഇപ്പോൾ വന്നാലും ഉണ്ടാക്കാം. ഇപ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കി. അപ്പം അവൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും കൂടെ കൊടുക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംമാതിരിയുണ്ട്. ഇവിടെയുള്ളവർക്കും എല്ലാവർക്കും കൊടുക്കാനുണ്ട് കേട്ടോ. ഇഷ്ടംമാതിരിയുണ്ട്. നമുക്ക് ഇനിയും വേറെ പാത്രത്തിലാക്കി വെച്ചേക്കുക. നമ്മൾ 1 കിലോയ്ക്കല്ലേ ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ഇതാ ഞാൻ കഴിച്ച് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നെയ്യിൻ്റെയൊക്കെ നല്ല പാകത്തിനുള്ള മധുരമുള്ളൂ കേട്ടോ. ഓവർ മധുരമൊന്നുമില്ലേ, എല്ലാം പാകത്തിനുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാർ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഒരു മക്കളുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കടയിൽ പോയി ഒന്ന് മേടിക്കണ്ടല്ലോ. നമുക്ക് ഇച്ചിരി സാധനം എടുത്തിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാം. കടയിൽ കെമിക്കലൊക്കെ വരുന്നതുകൊണ്ട് എന്നാലും സാരമില്ല. എന്നാലും അങ്ങനെ കുറ്റം പറയുന്നതല്ല കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് എല്ലാ സാധനവും ഇട്ട് ഒക്കെ ആക്കാമല്ലോ. അപ്പം നമുക്കും സന്തോഷത്തോടെ കഴിക്കാം. ഇഷ്ടംമാതിരി ഉണ്ടാക്കാം. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ചല്ലേ കിട്ടും. വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ കുറേ ഉണ്ടാവില്ലേ. അപ്പം മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ. പിന്നെ മക്കൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ചായക്കൊരു കടി, അങ്ങനെ. എന്ന് വെച്ചാൽ ഓവർ മധുരമൊന്നും കഴിക്കരുത്. ഇപ്പം എല്ലാവർക്കും ഷുഗറും ഇതൊക്കെ ഉള്ളതല്ലേ. പെട്ടെന്നൊരു അത്യാവശ്യം എമർജൻസിക്കുള്ള ഇത് മാത്രം കഴിക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബായ്.